തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പുത്തൻപള്ളിയുടെ തിരുനാൾ ഇങ്ങനെ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പോലും സംശയമാണ്. ഞാൻ ഈ ക്രിസ്മസിന് മുമ്പ് അവിടെ പോയി ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അവിടുത്തെ ഫാദറും പറയുന്നു പ്രവീൺ രാജ് പൂക്കാണ്, ആൾ നിസ്സാരക്കാരനല്ല. അവിടെ ഇത്രയും ആൾക്കാർ വെച്ചു. ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ തൃശ്ശൂർ ടോട്ടലി മാറിയില്ലേ മലയാളി? എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ ഷൂട്ട് ചെയ്തത് തൃശ്ശൂരായിരുന്നു. പക്ഷെ ഞാൻ ഈ സിനിമയിൽ വന്നപ്പോഴാണ് തൃശ്ശൂരിന്റെ വേറൊരു ഭംഗി, വേറൊരു സൈഡ് ഞാൻ കാണുന്നത്. ഇതിൽ സംസാരിക്കുന്ന ഭാഷകളായിക്കോട്ടെ, ഈ വെള്ളയപ്പങ്ങാടിനെ പറ്റിയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഈ സിനിമയിലുണ്ട്. അവിടെയുള്ള ആളുകളെ നമ്മൾ കണ്ടു. നമ്മൾ എവറി ഡേ നമ്മൾ അതിൻ്റെ ഭാഗമായി മാറി. ഇന്നും ഷൂട്ടിന് നമ്മൾ അവിടെ പോവുക. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഡെയിലി റൂട്ടീൻ, പിന്നെ ഈ പറയുന്ന പുത്തുംകൃഷി പള്ളിയുടെ സംഭവങ്ങൾ, നമ്മളൊക്കെ അവിടെ പോയി അവിടുത്തെ സാധാരണ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകളെ പോലെ പോയി തിരികെളിയിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ പറയും. ഇതൊക്കെ കുറേ നാൾ ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി തുടങ്ങി. ലൈക്ക് ഇപ്പോഴും തിരിച്ചെനിക്ക് തൃശ്ശൂർ വഴി പോകുമ്പോഴേക്ക് ഈ സ്ഥലങ്ങൾ കാണുമ്പം, കാരണം അത്രയും നമുക്ക് മെമ്മറീസ് അവിടെ ഉണ്ട്. അത്രയും ദിവസം നമ്മൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണെങ്കിൽ ഷൂട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ കാര്യം. എനിക്ക് തൃശ്ശൂരിൻ്റെ വേറൊരു സൈഡ് ഞാൻ കണ്ടത് ഈ സിനിമയുടെ സെറ്റിലും. കുറേ സെറ്റുകൾ റിയൽ തന്നെയാണ് നമ്മുടെ സിനിമയിൽ. അപ്പോൾ ജെനുവിൻലി അങ്ങനെ കുറേ ആളുകളുണ്ട്, അങ്ങനെ കുറേ ലൈഫ് സ്റ്റോറീസ് കുറേ ആളുകൾക്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു എക്സൈറ്റിംഗ് ഫാക്ടറാണത്. ഉച്ചഭക്ഷണ സമയത്ത് ഇന്റർവ്യൂ തുടങ്ങിയോണ്ട് നമ്മൾ നിർത്താൻ പോയാണ്. തുടങ്ങിയത് കൊണ്ട് വെള്ളയപ്പം ചിക്കൻ കറി ഇഷ്ടമെന്ന് പറഞ്ഞു. ഇത് ഇഷ്ടമാണ് കഴിക്കാനെന്നല്ലേ? പാചകം ചെയ്യാൻ എപ്പോഴെങ്കിലും അടുക്കളയ്ക്ക്? എനിക്ക് പാചകം ചെയ്യാൻ ഞാൻ പറയും, പാചകം എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അത് നമ്മളിനി വിശപ്പിന് നമുക്ക് എന്തും കഴിക്കാം. തൽക്കാലം വിശപ്പ് മാറാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ നല്ല രുചിയോടുകൂടി, നല്ല സ്വാദോടുകൂടി വയറ് നിറയ്ക്കാന്ന് പറയില്ല കഴിക്കുന്ന ആളുടെ, ആ രീതിയിൽ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് വെച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയും. കാരണം ആ കഴിവ് എനിക്കില്ല. എൻ്റെ അമ്മയ്ക്കുണ്ട്, എൻ്റെ ചേച്ചിക്കുണ്ട്, എൻ്റെ വേണമെങ്കിൽ ഫാഹിമിനും ഉണ്ടെന്ന് പറയാം. അത്യാവശ്യം എല്ലാവരും നല്ലൊരു കൈപുണ്യം എന്നുണ്ടല്ലോ, അത് എനിക്ക് ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകാത്ത. കഴിക്കാൻ ഇഷ്ടമാണ്. എത്ര ഫുഡ് കിട്ടിയാലും എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. സോഷ്യൽ മീഡിയയിൽ കല്യാണം, ആ വാർത്ത വന്നതിന് ശേഷം എത്ര മില്യൺസ് പെട്ടെന്ന് ഒരു ഭൂകമ്പം പോലെ പോയിരുന്നു അറിയാം. ആ കല്യാണ വിശേഷങ്ങൾ അറിയാൻ വന്ന പുതിയ മില്യൺസിന്റെ ഇല്ല എൻ്റെ യൂട്യൂബിലൊക്കെ ഒത്തിരി പേര്, ഞാൻ പറയാം, എന്നെ സിനിമയെക്കാളും ആളുകൾ എപ്പോഴും തിരിച്ചറിഞ്ഞുള്ള സോഷ്യൽ മീഡിയയിലുള്ളൊരു ഫേസ് എന്ന് പറയുന്നതാണ്. അതായത് എപ്പോഴും എവിടെ കണ്ടാലും ആ നൂറിൻ എന്ന് പറഞ്ഞ് എന്നെ ഓർത്ത് വെക്കാനുള്ള റീസൺ ഞാൻ ആക്റ്റീവ്ലി സോഷ്യൽ മീഡിയയിലുള്ളതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ ഇവർക്ക് എന്നെ ഓർത്തിരിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയിലും എൻ്റെ സിനിമകൾ ഇറങ്ങുന്നില്ല, എൻ്റെ സൂപ്പർ ഹിറ്റ് പടങ്ങൾ വരുന്നില്ല, എൻ്റെ അങ്ങനത്തെ ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പം എന്നെ വല്ലപ്പോഴുമാണ് ഇവർ അങ്ങനെ എൻ്റെ ആ ഒരു ഫേസ് കാണാറുള്ളത്. പക്ഷെ എന്നെ അതുകൊണ്ട് എപ്പോഴും ഇവർ ഇതിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ കല്യാണ സമയത്താണെങ്കിലും എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാനും ഞാനെല്ലാം അങ്ങനെ വളരെ ആവശ്യമുള്ള കാര്യങ്ങളും കൃത്യമായി വേണ്ട രീതിയിൽ മാത്രമേ ഇവരോട് എല്ലാവരും പറയാറുള്ളൂ. എന്താണ് ഹാപ്പിനെസ് അത് ഞാൻ ഇവരോട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ അതിലൊത്തിരി സന്തോഷം അറിയിക്കാറുണ്ട് ആളുകൾ. എവിടെയെങ്കിലും പോകുമ്പം ഉമ്മമാരൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്, വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഹാപ്പിയാണ്, അതിലെല്ലാം ഗ്രേറ്റ്ഫുൾ ആണ്. ഈ ത്രെഡ് ആരെങ്കിലും പറഞ്ഞാണോ, സ്വയം തോന്നിയാണോ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഇൻഫ്ലുവൻസർ ആവണോ എന്നുള്ള ചിന്ത ആരുടെയെങ്കിലും ഒരു ഉപദേശപ്രകാരം വന്നതാണോ, നൂറിൻ സ്വയം എടുത്ത തീരുമാനമാണോ? ഇല്ല, ഞാൻ പറയും, എൻ്റെ ഫസ്റ്റ് സിനിമയുടെ സമയത്താണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇത്രയും ആക്റ്റീവ് ആവുന്നത്. അപ്പം അന്ന് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്ങോ ക്രിയേറ്റിങ്ങോ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അന്ന് ഓക്കെ ഇങ്ങനൊരു പരിപാടി ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവൻച്വലി ഞാൻ അതിൻ്റെ ഭാഗമായി മാറിയ ഒരാളാണ്. ഒരു ചോദ്യം അവസാനം, ഈ നൂർ എന്നുള്ള പേര് തന്നെ ഒരു വെറൈറ്റി പേരാണ്. ആ പേരിന്റെ അർത്ഥം, അത് ആർക്കാണ് അതിന്റെ പേറ്റെന്ന് കൂടെ പറയാം? ഇല്ല, എൻ്റെ വാപ്പ ഇട്ട പേരാണ്. 2 മക്കൾക്ക് വാപ്പക്ക് പേരിടണമെന്ന് നിർബന്ധമായിരുന്നു. നൂറെന്ന് വെച്ചാൽ പ്രകാശം എന്നാണ് അർത്ഥം. നൂറിൻ എന്താണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. പിന്നെ ആദ്യമൊക്കെ എനിക്ക് എൻ്റെ പേരിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വളർന്നു കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ, എൻ്റെ ക്ലാസ്സിൽ ഒരൊറ്റ പേരിൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ ഒരു, കാരണം എൻ്റെ പേരിൽ വേറെ ആരും ഇങ്ങനെ ഉണ്ടാകാൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അന്നേരം പിന്നെ പതിയെ ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ ഇഷ്ടമായി. അന്ന് കൂട്ടുകാർ വിളിച്ച ഇരട്ടപ്പേരുണ്ടാവില്ല? ഒത്തിരി ഇരട്ടപ്പേരുണ്ടായിരുന്നു. 100 വിളിക്കായിരുന്നു. ചില ആളുകൾ 100, 200, 150 കളിയാക്കാറുണ്ട്. പിന്നെ വേറെ കുറെ എന്തൊക്കെയോ പറയണം. അപ്പൊ അന്നൊക്കെ എനിക്ക് ഇത്ര വിഷമാവാറുണ്ടായിരുന്നു. പിന്നെ ഓക്കെ, ശീലായി.